ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഡ്രീം ക്ലാസ് റൂം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മെട്രിസസ് എന്നുള്ള യൂണിറ്റാണ്. അതായത് ഇൻട്രൊഡക്ഷൻ ടു മെട്രിസസ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു മെട്രിസസ് ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഒരു യൂണിറ്റാണ്. പ്ലസ് ടുവിലൊക്കെ ബേസിക്കായിട്ട് പലരും പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഇനി പഠിക്കാത്തവർക്കാണെങ്കിലും ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ അതിൻ്റെ ഏറ്റവും ബേസിക്സ് മുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു മെട്രിസസ്, അപ്പോൾ ഈ ഹെഡിങ്ങിൽ തന്നെ, ഈ യൂണിറ്റിൻ്റെ ഹെഡിങ്ങിൽ തന്നെ നിങ്ങൾക്ക് സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു വേർഡ് ഉണ്ടാവും, മെട്രിസസ്. അതായത് മെട്രിസസ്. ഓക്കെ, നമ്മൾ ഈ യൂണിറ്റിൽ പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത് മെട്രിസസ് എന്നുള്ള കൺസെപ്റ്റാണ്. അതായത് എന്താണ് മെട്രിസസ്, മെട്രിക്സുകൾ കൊണ്ട് എന്താണ് നമുക്ക് ഉപകാരം, മെട്രിക്സുകളുടെ ചില പ്രോപ്പർട്ടീസ്, മെട്രിക്സുകളുടെ ചില ഓപ്പറേഷൻസ്, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കാൻ പോകുന്നത്. സോ ഞാൻ പറഞ്ഞ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് rectangular ആ നമ്പേഴ്സിനെ നമ്മൾ ഓക്കെ ഇത്
ഡിനോട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ ഡിനോട്ട് ചെയ്തത്. ആണെന്നുള്ളത് എഴുതാൻ കഴിയും. മെട്രിക്സിന്റെ ഓർഡർ എങ്ങനെയാണ് ഓക്കെ
ടു. A12 എന്ന് പറയുമ്പോൾ എലമെൻറ്റ് ഇൻ ഫസ്റ്റ് റോ സെക്കൻഡ് കോളം. സോ ആ എലമെൻറ്റ് ഏതാണ് വരുന്നത്? ആ എലമെൻറ്റ് വരുന്നത് 2 ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് എലമെൻറ്റ് 4നെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും 4 വരുന്നത് A13 എന്ന പൊസിഷനിലാണ് 4 വരുന്നത്. അതായത് ഫസ്റ്റ് റോ തേർഡ് കോളം A13 എന്ന പൊസിഷനിലാണ് 4 എന്ന് പറയുന്ന നമ്പർ വരുന്നത്. അതായത് 4ൻ്റെ റെപ്രസെൻറ്റേഷനാണ് A13, ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിലെ എലമെൻറ്റ്. അങ്ങനെയാണെങ്കിൽ 0 എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്തായിരിക്കും? 0 വരുന്നത് ഏത് പൊസിഷനിലാണ്? സെക്കൻഡ് റോ തേർഡ് കോളം. സോ 0 എന്ന് പറയുന്നത് സെക്കൻഡ് റോ തേർഡ് കോളം, അതായത് 0. ഓക്കെ, അതായത് സെക്കൻഡ് റോയിലെ തേർഡ് കോളത്തിലുള്ള എലമെൻറ്റാണ് 0. അത്രേ ഉള്ളൂ. ഇത് വരുന്നത് A22 എന്നുള്ള പൊസിഷനിലാണ് ഇത് വരുന്നത്. ഈ 2 വരുന്നത് A21 എന്നുള്ള പൊസിഷനിലാണ് വരുന്നത്. സോ ഇതാണ് അടുത്തതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇതൊക്കെ മെട്രിക്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ബേസിക്സ് എന്നുള്ള നിലക്ക് പറഞ്ഞു പോകുന്ന കാര്യങ്ങളാണ്. ഈ എലമെൻറ്റുകളുടെ പൊസിഷനെ ഡിനോട്ട് ചെയ്യുന്നതും ആ അതിൻ്റെ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണെന്നുള്ളതും മെട്രിക്സ് എന്താണെന്നുള്ളതും ഈ 3 കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബേസിക്സ് എന്നുള്ള നിലക്ക് നമ്മൾ പറയുന്നതാണ്. ഇനി നമ്മൾ അങ്ങോട്ട് ഈ ചാപ്റ്ററിൽ ഈ മെട്രിക്സുകളുടെ പ്രോപ്പർട്ടീസ്, ടൈപ്സ് ഓഫ് മെട്രിസസ്, ഓപ്പറേഷൻസ് ഓഫ് മെട്രിസസ്, ഈ 3 കാര്യങ്ങൾ മെയിനായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് മെട്രിസസ് എന്നുള്ള ടോപ്പിക്കാണ്. അതായത് മെട്രിക്സുകൾ പല ടൈപ്സ് ഉണ്ട്. ആ ടൈപ്പുകളാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കിവിടെ മെട്രിക്സുകളുടെ ഒരു 11 ടൈപ്സ് പഠിക്കാനുണ്ട്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിസസിൽ ഒരു 11 ഡിഫറെൻറ്റ് ടൈപ്സ് മെട്രിസസ് നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് ഇനി അത് ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് റോ മെട്രിക്സ്. റോ മെട്രിക്സ്, ഈ മെട്രിക്സുകളുടെ ഈ ടൈപ്സിൻ്റെ ഓരോ ടൈപ്പിൻ്റെയും ഡെഫിനിഷൻ നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചു വെക്കണം. എക്സാമിന് ചിലപ്പോൾ ചോദിക്കും ഡിഫൈൻ റോ മെട്രിക്സ് ആൻഡ് റൈറ്റ് ആൻ എക്സാമ്പിൾ, ആ രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാം. സോ നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് റോ മെട്രിക്സ് എന്താണ് എന്നുള്ളതാണ്. ഇവിടെ പേര് പോലെ തന്നെ ഈ ഫസ്റ്റ് ടൈപ്പ് റോ മെട്രിക്സിൽ നമ്മൾ റോ മെട്രിക്സ് എന്ന് പറയുന്നത് അതായത് ഒരു മെട്രിക്സ്, ആ മെട്രിക്സിൽ ഒരു റോ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് റോ മെട്രിക്സ് എന്ന് പറയാൻ കഴിയും. ഫോർ എക്സാമ്പിൾ, അതായത് ഞാൻ ഇങ്ങനെ ഒരു മെട്രിക്സ് എഴുതി, ഒരു 1 4 5 6. നോക്കൂ, ഈ മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട്? മെട്രിക്സിൽ ഒറ്റ റോയേ ഉള്ളൂ, ഒറ്റ റോ. പോണതാണ് കോളം
സെക്കൻഡ് റോയിൽ 5 വരുന്നുണ്ട്, തേർഡ് റോയിൽ 2 വരുന്നുണ്ട്. സോ ഈ മെട്രിക്സിലുള്ളത് 3 റോസും ഒരു കോളമുമാണ്, അതായത് 3/1 ആണ് ഇതിൻ്റെ ഓർഡർ. സോ മനസ്സിലാക്കി വെക്കുക, ഒരു മെട്രിക്സിൻ്റെ ഒറ്റ കോളമേ ഉള്ളൂ, ഒറ്റ കോളം മാത്രമേ പ്രസൻറ്റ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് കോളം മെട്രിക്സ് എന്ന് പറയാം. ഇവിടെ അത് ഞാൻ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്, മെട്രിക്സ് B = പറഞ്ഞിട്ട് ഒരു മെട്രിക്സ് എഴുതിയിട്ടുണ്ട്, അതിൽ ഒറ്റ കോളം മാത്രമേ പ്രസൻറ്റ് ഉള്ളൂ. സോ ഇതൊരു കോളം മെട്രിക്സിന് എക്സാമ്പിളാണ്. ഓക്കെ, ഈ നെക്സ്റ്റ് ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ഒരു ടൈപ്പാണ് സ്ക്വയർ മെട്രിക്സ്. ഓക്കെ, സ്ക്വയർ മെട്രിക്സ്, അതായത് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സമചതുരം അല്ലെങ്കിൽ സ്ക്വയർ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അത് തന്നെയാണ് സ്ക്വയർ മെട്രിക്സിൻ്റെ ഡെഫിനേഷനും, അതായത് ആ ഒരു രീതിയിൽ വരുന്ന മെട്രിക്സുകൾ. അതായത് സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെട്രിക്സ് is said to be square matrix if number of rows and number of columns are equal. Okay, അതായത് ഒരു മെട്രിക്സിനെ നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് ആ മെട്രിക്സിൽ വരുന്ന നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയി വരുമ്പോഴാണ് ആ മെട്രിക്സിനെ നമ്മൾ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, റോസും കോളംസും സെയിം ആവില്ല, നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും. അതായത് ആ മെട്രിക്സ് മെട്രിക്സിനെ നമ്മൾ റെക്റ്റാങ്കുലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ ഒരു ദീർഘചതുരത്തിൻ്റെ ഷേപ്പ് ആയിരിക്കും, ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കും, സ്ക്വയർ ആവാൻ പാടില്ല. ഓക്കെ, അതായത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് ഒരു മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ അല്ല എന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് സിംപ്ലി റെക്റ്റാങ്കുലാർ മെട്രിക്സ് എന്ന് പറയാം. ഓക്കെ, അതായത് എ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി rectangular matrix
rectangular matrix if its number of columns and number of rows are unequal. ഓക്കെ, അതായത് റോസിൻ്റെയും കോളംസിൻ്റെയും എണ്ണം ഡിഫറെൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ നമുക്ക് റെക്റ്റാങ്കുലാർ മെട്രിക്സ് എന്ന് പറയാൻ കഴിയും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. ഞാനൊരു എക്സാമ്പിൾ എഴുതുകയാണ്. നമുക്കിപ്പോൾ പെട്ടെന്ന് പറയാൻ കഴിയും. നമുക്ക് റെക്റ്റാങ്കുലാർ മെട്രിക്സിൻ്റെ ഓർഡർ എങ്ങനെയായിരിക്കും വരിക? ഒന്നെങ്കിൽ 1/3, 2/3 അല്ലെങ്കിൽ 1/2. അതായത് ഓർഡർ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും സെയിം ആയത്, അതായത് ഓർഡറിൽ ഒരേ നമ്പർ തന്നെ വരാൻ പാടില്ല. അതാണല്ലോ അതിൻ്റെ ലോജിക്ക്. നമുക്കൊരു എക്സാമ്പിൾ എഴുതി നോക്കാം. ബി ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മെട്രിക്സ് എഴുതുന്നത്. ഒരു ബി ഈക്വൽ ടു ഒരു 1 4 5 6 2 0. ഇവിടെ നോക്കൂ, ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? മെട്രിക്സിൻ്റെ ഓർഡർ നമുക്ക് അറിയാവുന്നേ ഉള്ളൂ. 2 റോസ് ആണ്, 3 കോളംസ് ആണ്. സോ ഈ മെട്രിക്സിൻ്റെ ഓർഡർ വരുന്നത് സിംപ്ലി 2/3. അതായത് നമ്പർ ഓഫ് റോസ് 2 ആണ്, നമ്പർ ഓഫ് കോളംസ് 3 ആണ്. നമ്പർ ഓഫ് റോസ് നോട്ട് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. റോയുടെയും കോളത്തിൻ്റെയും എണ്ണം എന്ന് പറയുന്നത് സെയിം അല്ല. റോയുടെ എണ്ണം 2 ആണ്, കോളംസിൻ്റെ എണ്ണം 3 ആണ്. സോ അത് ഈക്വൽ അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് എന്തിന് എക്സാമ്പിളാണ്? ഇതൊരു റെക്റ്റാങ്കുലാർ മെട്രിക്സിന് എക്സാമ്പിളാണ്. അപ്പോൾ റെക്റ്റാങ്കുലാർ മെട്രിക്സ് എന്താണെന്നുള്ളത് ഓർത്ത് വെക്കുക, അതിൻ്റെ ഡെഫിനേഷൻ ഓർത്ത് വെക്കുക, ഒരു എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിലുള്ള ഡെഫിനേഷൻസും എക്സാമ്പിൾസും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ റോ മെട്രിക്സ് എന്തായിരുന്നു? ഒരു റോ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ മെട്രിക്സിനെ നമ്മൾ റോ മെട്രിക്സ് എന്ന് പറയും. റോ മെട്രിക്സ് ഒരു റെക്റ്റാങ്കുലാർ മെട്രിക്സിന് എക്സാമ്പിളാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ എഴുതിയ ഒരു എക്സാമ്പിൾ ഉണ്ട്. സി എന്നെടുക്കുക, 1 2 3. ഓക്കെ, ഈ രീതിയിലൊരു എക്സാമ്പിൾ എടുത്താൽ ഇത് റോ മെട്രിക്സിന് എക്സാമ്പിളാണ്. കാരണം ഇതിലൊരു റോ മാത്രമേ പ്രസൻ്റ് ആയിട്ടുള്ളൂ. സോ ഇത് റോ മെട്രിക്സിന് എക്സാമ്പിളാണ്. ഇതിൻ്റെ ഓർഡർ എന്താണ് വരുന്നത്? ഒരു റോയും 3 കോളംസും. സോ ഇതിൻ്റെ ഓർഡർ വരുന്നത് 1/3. സോ ഇത് ഇവിടെ ക്ലിയർ ആണ്. നമ്പർ ഓഫ് റോസ് 1 ആണ്, നമ്പർ ഓഫ് കോളംസ് 3 ആണ്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ അല്ല. സോ ഇത് ഒരു റെക്റ്റാങ്കുലാർ മെട്രിക്സിന് എക്സാമ്പിളാണ്. സോ ഇതാണ് നമ്മുടെ 4th ടൈപ്പ്. ഇപ്പോൾ നമ്മൾ പല ടൈപ്സ് പറഞ്ഞ് 4ാമത്തെ ടൈപ്പാണ് റെക്റ്റാങ്കുലാർ മെട്രിക്സ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ടൈപ്പാണ് ഡയഗണൽ മെട്രിക്സ്. അതിൻ്റെ ഡെഫിനേഷൻ എഴുതിയിട്ട് നമുക്ക് എക്സാമ്പിൾ എഴുതി വെക്കാം. നമുക്ക് നെക്സ്റ്റ് ടൈപ്പാണ് ഡയഗണൽ മെട്രിക്സ്. ഓക്കെ, നെക്സ്റ്റ് പറയാൻ പോകുന്ന ഒരു ടൈപ്പാണ് 4ാമത്തെ ടൈപ്പാണ് ഡയഗണൽ മെട്രിക്സ്. 5th ടൈപ്പാണ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഡയഗണൽ മെട്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെട്രിക്സ്, ആ മെട്രിക്സിൽ ഡയഗണൽ എലമെൻറ്റ്സ് അല്ലാത്ത എലമെൻറ്റ്സ്
ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ മെട്രിക്സ് എന്നുള്ള ഈ ഫസ്റ്റ് സെക്ഷനിൽ, അതായത് ടൈപ്സ് ഓഫ് മെട്രിക്സ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ നമുക്ക് വരുന്ന കുറച്ച് ടെക്സ്റ്റിൽ വരുന്ന നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദി എലമെൻറ്റ്സ് ഓഫ് ദി ഫോളോവിങ് മെട്രിക്സ്. നമ്മൾ ഈ മെട്രിക്സുകളിലെ ചില എലമെൻറ്റ്സ് കണ്ടുപിടിക്കണം. ഏതൊക്കെ എലമെൻറ്റ്സ് കണ്ടുപിടിക്കണം? A21, A34, A24, A11 ഈ എലമെൻറ്റ്സുകളെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഞാൻ പറഞ്ഞായിരുന്നു, ഒരു മെട്രിക്സിലെ ഒരു എലമെൻറ്റിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ടാണ്. അപ്പോൾ A21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് കോളത്തിലെ എലമെൻറ്റ്. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് കോളത്തിലുള്ള എലമെൻറ്റ് ആരാണ്? സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അതായത് സെക്കൻഡ് റോ ഫസ്റ്റ് കോളം എന്ന് പറയുമ്പോൾ 7. ഓക്കെ, അപ്പോൾ A21 എന്ന് പറയുന്ന എലമെൻറ്റ് ഏതാണ്? 7. ഓക്കെ, നെക്സ്റ്റ് എലമെൻറ്റ് ഏതാ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്? A34. A34 എന്ന് പറഞ്ഞാൽ ഏതാ പൊസിഷൻ വരുന്നത്? തേർഡ് റോ ഫോർത്ത് കോളം. അതായത് തേർഡ് റോ വരുന്നത് ഇതാണ്. ഫോർത്ത് കോളം വരുന്നത് ഇതാണ്. അതായത് 5. A34 എന്ന് പറയുന്ന എലമെൻറ്റ് 5. നെക്സ്റ്റ് എലമെൻറ്റ് ഏതാണ്? A24. A24 എന്ന് പറഞ്ഞാൽ ഏത് പൊസിഷനാണ്? സെക്കൻഡ് റോ ഫോർത്ത് കോളം. സെക്കൻഡ് റോ ഫോർത്ത് കോളത്തിൽ വരുന്നത് ആരാണ്? 1. സെക്കൻഡ് റോ ഫോർത്ത് കോളം 1. സോ A24 എന്ന് പറയുന്ന എലമെൻറ്റ് ഏതാണ്? 1. ഈ നെക്സ്റ്റ് ഏതാണ്? A11 സിമ്പിളാണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആരാണ്? -5 ആണ് കയറി നിൽക്കുന്നത്. സോ ഇതാണ് ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു മെട്രിക്സ് നിങ്ങൾക്ക് ഇങ്ങനെ തരും, എന്നിട്ട് ആ മെട്രിക്സിലെ ചില എലമെൻറ്റ്സുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറയും. അപ്പോൾ നമ്മൾ ആ പൊസിഷനെ ചെക്ക് ചെയ്യുക. അതായത് A21 എന്ന് പറഞ്ഞാൽ പൊസിഷൻ ചെക്ക് ചെയ്യുക. സെക്കൻഡ് റോ ഫസ്റ്റ് കോളം 7. അതേപോലെ ഓരോ പൊസിഷൻ ചെക്ക് ചെയ്തിട്ട് ആ പൊസിഷനിൽ വരുന്നത് ആരാണോ അയാളാണ് ആ എലമെൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇഫ് x plus y 2 1 x minus y equal to 3 2 1 7. ഓക്കെ, നെക്സ്റ്റ് ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു രീതിയിൽ വരുന്നത്. അതായത് ഇവിടുന്ന് നമുക്ക് ചെയ്യേണ്ടത് എക്സും വൈയും കണ്ടുപിടിക്കാൻ ആണ് നമുക്ക് വേണ്ടത്. അതായത് ഇവിടെ നോക്കൂ, 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. എ എന്ന് പറയുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പേര് കൊടുക്കാം, A=B. അതായത് AB എന്ന് പറഞ്ഞ 2 മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സുകളുടെ പ്രത്യേകത എന്താണ്? ആ മെട്രിക്സുകൾ രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ മെട്രിക്സും ഈക്വൽ ആണ്. എന്നിട്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് എക്സ് കണ്ടുപിടിക്കണം, വൈ കണ്ടുപിടിക്കണം. അത് എക്സ് ആരാണ് വരുന്നത്? എക്സ് ഒരു നമ്പർ ആയിരിക്കും, ആ നമ്പർ ഏതാണെന്നുള്ളത് കണ്ടുപിടിക്കണം. വൈ ഒരു നമ്പർ ആയിരിക്കും, ആ നമ്പർ ഏതാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കൂ, നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക. 2 മെട്രിക്സുകൾ ഈക്വൽ ആവണം എന്നുണ്ടെങ്കിൽ, അതായത് 2 മെട്രിക്സുകൾ ഈക്വൽ ആവുന്നത് അതാത് പൊസിഷനിൽ വരുന്ന എലമെൻറ്റ്സുകൾ ഈക്വൽ ആവുമ്പോൾ മാത്രമാണ് 2 മെട്രിക്സുകൾ ഈക്വൽ ആവുന്നത്. നമുക്ക് വെറുതെ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ 1 2 3 4 ഈ മെട്രിക്സിനോട് ഈക്വൽ ആയിട്ടുള്ളത് ആരാണ്? 1 2 3 4 ആണ്. അതായത് ഈ പൊസിഷനിൽ വരുന്ന എലമെൻറ്റും ഈ പൊസിഷനിൽ വരുന്ന എലമെൻറ്റും ഈക്വൽ ആവണം. ഈ പൊസിഷനിൽ വരുന്നതും ഈക്വൽ ആവണം. അതേപോലെ ഓരോ പൊസിഷനിൽ വരുന്ന എലമെൻറ്റ്സുകൾ ഈക്വൽ ആണെങ്കിൽ മാത്രമേ ആ മെട്രിക്സുകളെ നമുക്ക് ഈക്വൽ മെട്രിക്സസ് എന്ന് പറയാൻ കഴിയുള്ളൂ. മെട്രിക്സുകൾ ഈക്വൽ ആവുള്ളൂ. ഒരു കൗണ്ടർ എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു 1 2 3 4 എന്ന് പറയുന്ന മെട്രിക്സ് എടുത്തു. ഇവിടെ ഒരു 2 1 4 3 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു. ഈ 2 മെട്രിക്സും ഈക്വൽ ആണോ? ഈ 2 മെട്രിക്സ് ഈക്വൽ അല്ല. ഒരൊറ്റ പൊസിഷൻ ചെക്ക് ചെയ്താൽ തന്നെ മതി. ഇവിടെ 1 ആണ്, ഇവിടെ എന്താണ്? 2 ആണ്. ഇവിടെ ഫസ്റ്റ് റോയിൽ A11 1 ആണ്, ഇവിടെ A11 2 ആണ്. സോ 1 2 ഈക്വൽ അല്ല, 1 2 ഈക്വൽ അല്ല. സോ ഈ 2 മെട്രിക്സും എന്തല്ല? ഈക്വൽ അല്ല. ഓക്കെ, പക്ഷേ ഈ 2 മെട്രിക്സ് എന്താണ്? ഈക്വൽ ആണ്. അതായത് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, 2 മെട്രിക്സുകൾ ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ അതാത് പൊസിഷനിൽ വരുന്ന എലമെൻറ്റ്സുകൾ സെയിം ആവണം. ഓക്കെ, നമുക്ക് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെക്ക് ചെയ്താൽ അറിയാം ഈ 2 മെട്രിക്സും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, 2 = 2 ആണ്. അതായത് ഈ പൊസിഷൻ ഓക്കെയാണ്. 1 = 1 ആണ്. ഈ പൊസിഷനും ഓക്കെയാണ്. ഇനി നോക്കൂ, x+y ആണ് ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ. രണ്ടാമത്തെ മെട്രിക്സിൽ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ ആരാണ്? 3. അതായത് ഈ മെട്രിക്സിലെ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് x+y ആണ്. ഈ മെട്രിക്സിൽ ആരാണ്? 3. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ 2 മെട്രിക്സും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ഈ പൊസിഷനിലെ എലമെൻറ്റും എന്താവണം? ഈക്വൽ ആവണം. സോ x+y = ആരാവണം? 3 ആവണം. അതുപോലെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം, ഇവിടെ വരുന്നത് ആരാണ്? x - y.
ഇവിടെ വരുന്നത് ആരാണ് 7. അപ്പോൾ എക്സ് മൈനസ് വൈ ആണ് ഇവിടെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് കോളത്തിൽ, ഇതിനോട് ഈക്വൽ ആയിട്ടുള്ള ഈ മെട്രിക്സിലെ സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിൽ ആരാണ് 7 ആണ്. സോ എക്സ് മൈനസ് വൈ ഈക്വൽ ടു ആരാവണം 7 ആവണം. സോ എക്സ് മൈനസ് വൈ ഈക്വൽ ടു 7. ഇനി വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കൂ, രണ്ട് നമ്പേഴ്സ്, ആ രണ്ട് നമ്പേഴ്സ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ 3 വരണം, ആ രണ്ട് നമ്പേഴ്സ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 7 വരണം. ഓക്കെ, രണ്ട് നമ്പേഴ്സ് പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 വരണം, ആ രണ്ട് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരണം 7 വരണം. ഇത് നമുക്കൊരു സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്, മുന്നത്തെ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വെക്കാൻ ഞാൻ പറയാം. ഇതൊന്ന് എക്സും വൈയും കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, ഈ രണ്ട് നമ്പേഴ്സും ജസ്റ്റ് ഒന്ന് പ്ലസ് ചെയ്ത് കൊടുക്കുക. ഈ ഫസ്റ്റ് ഫോർമുലയും രണ്ടാമത്തെ ഫോർമുലയും തമ്മിലൊന്ന് പ്ലസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സും പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും 2x വൈ പ്ലസ് മൈനസ് വൈ പ്ലസ് മൈനസ് വൈ എന്താണ് വൈ പ്ലസ് മൈനസ് വൈ അതെന്തായി പോവും 0 ആയി പോവും. സോ 2x പ്ലസ് 0 ഈക്വൽ ടു 3 പ്ലസ് 7 അതെന്താണ് 10. സോ 2x ഈക്വൽ ടു 10. അപ്പോൾ എക്സ് എന്തായിരിക്കും വരിക, ഈ 2നെ നമ്മൾ ജസ്റ്റ് ഈ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇൻറ്റു 2 ആണ്, അത് ഇങ്ങോട്ട് പോകുമ്പോൾ എന്താവും ഡിവിഷൻ ആവും. അതായത് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷനായി മാറും. മൾട്ടിപ്ലിക്കേഷന് നമ്മൾ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഡിവിഷൻ ആവും. അതേപോലെ ഡിവിഷനെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. പ്ലസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്താവും മൈനസ് ആവും. മൈനസ് ചേഞ്ച് ചെയ്യുമ്പോൾ പ്ലസ് ആവും. ഇവിടെ നോക്കൂ 2 ഇൻറ്റു എക്സ് ആണ്, അത് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 10/2 എന്തായി മാറും 10/2 എന്താണ് 5. ഓക്കെ, 10/2 5 ഇനി അപ്പോൾ എക്സ് നമുക്ക് എന്ത് കിട്ടി 5 കിട്ടി. ഇനി 5 ഇതിലേതെങ്കിലും ഒരെണ്ണത്ത് കൊടുത്താൽ മതി. ഞാൻ ഫസ്റ്റത്തേൽ കൊടുക്കാൻ പോവാണ്. അപ്പോൾ എന്ത് വരും, എക്സിൻ്റെ സ്ഥാനത്ത് 5 കൊടുത്തു കഴിഞ്ഞാൽ 5 പ്ലസ് നമുക്കറിയാം എക്സ് പ്ലസ് വൈ ഈക്വൽ ടു എന്താണ് 3 ആണ്. അപ്പോൾ 5 പ്ലസ് വൈ ഈക്വൽ ടു 3 ആണ്. വൈ എന്ത് വരും, വൈ കണ്ടുപിടിക്കണമെങ്കിൽ 5നെ ഈ സൈഡിലേക്ക് എന്ത് ചെയ്താൽ മതി, 5നെ ഈ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്താൽ മതി. ഇവിടെ പ്ലസ് 5 ആണ്, അത് ഈ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ എന്താവും -5 ആവും. സോ വൈ ഈക്വൽ ടു 3 - 5 ഈക്വൽ ടു 3 നിന്ന് 5 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്നത് 3 - 5 ഈക്വൽ ടു -2. ഓക്കെ, സോ എക്സ് എന്താ വന്നത്, എക്സ് ഈക്വൽ ടു നമുക്ക് 5 വന്നു, വൈ ഈക്വൽ ടു -2 വന്നു. അതായത് എക്സ് ഈക്വൽ ടു 5 വന്നു, വൈ ഈക്വൽ ടു -2 വന്നു. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് ഒരു ടൈപ്പ് ചോദ്യം ഉണ്ടായിരുന്നത്. അതായത് ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ ക്ലിയർ ആണോ എന്നുള്ളത്. എന്ത് ചെയ്താൽ മതി, ഈ 5ഉം -2 എടുത്തിട്ട് ഇവിടെ കൊടുത്തു നോക്കുക. എക്സ് പ്ലസ് വൈ അല്ലേ, അപ്പോൾ 5 ആണ് എക്സ് പ്ലസ് വൈ -2 ആണ്. 5 പ്ലസ് -2 അതെന്താണ്, 5 പ്ലസ് -2 പറഞ്ഞാൽ 3 ആണ്. 3 തന്നെയാണ്. ഓക്കെ, ഇനി ഇവിടെ എക്സ് മൈനസ് വൈ, അതായത് 5 മൈനസ് -2, 5 മൈനസ് വൈ എന്താണ് വൈ -2 ആണ്. 5 മൈനസ് -2 രണ്ട് മൈനസ് ഇങ്ങനെ ഒരുമിച്ച് വന്നാൽ എന്തായി മാറും 5 + 2 ഈക്വൽ ടു 7 തന്നെയാണ്. ഓക്കെ, അതായത് ഈ രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആകുമ്പോൾ എക്സ് എന്ന് പറയുന്ന നമ്പർ ഏതാണ് 5, വൈ എന്ന് പറയുന്ന നമ്പർ ഏതാണ് -2. ഓക്കെ, ഇത് സിമ്പിളായിട്ട് ചെക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഇത് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ എക്സ് വൈ ഒരു സെഡ് ഒരു ഡബ്ല്യു ഈക്വൽ ടു 4 5 6 7 ഈ രീതിയിലാണ് എന്നുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു ആരായിരിക്കും, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണല്ലോ. അപ്പോൾ എക്സ് ഈക്വൽ ടു ആരാണ്, എക്സ് ഈക്വൽ ടു 4 ആയിരിക്കും. വൈ ഈക്വൽ ടു ആരായിരിക്കും, വൈ ഈക്വൽ ടു 5 ആയിരിക്കും. സെഡ് ഈക്വൽ ടു 6 ആയിരിക്കും. ഡബ്ല്യു ഈക്വൽ ടു 7 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓർത്ത് വെക്കുക, രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അതായത് കറസ്പോണ്ടിങ് പൊസിഷനിൽ വരുന്ന എലമെൻറ്റ്സ് എന്താവണം, ഈക്വൽ ആവണം. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പാണ്. അതായത് ചില മെട്രിക്സുകൾ തന്നിട്ടുണ്ട്, എന്നിട്ട് നമ്മളോട് നേരത്തെ ചെയ്ത് നമ്മൾ കുറേ ടൈപ്സ് പഠിച്ചല്ലോ, ആ ടൈപ്സിൽ ഏതാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ചില മെട്രിക്സുകൾ തന്നിട്ട് എന്നിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാം, ഏതാണ് സ്ക്വയർ മെട്രിക്സ് ആണോ, ഡയഗണൽ ആണോ, സ്കാലാർ ആണോ, ട്രയാങ്കുലാർ ആണോ, ഐഡൻറ്റിറ്റി ആണോ, അപ്പർ ട്രയാങ്കുലാർ ആണോ, ലോവർ ട്രയാങ്കുലാർ ആണോ, ഐഡൻറ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഓരോന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് മെട്രിക്സ് ഇതാണ് 1 0 0 0 1 0 0 0 1. ഓക്കെ, കണ്ടാൽ തന്നെ അറിയാം ഇതെന്ത് മെട്രിക്സ് ആണ്, നമ്മൾ ഡിസ്കസ് ചെയ്തൊരു ടൈപ്പാണ്. ഇതൊരു സ്കാലാർ മെട്രിക്സ് ആണ്. സ്കാലാർ മെട്രിക്സ് ആണല്ലോ. ഡയഗണൽ അല്ലാത്ത എലമെൻറ്റ്സ് മുഴുവൻ, മെയിൻ ഡയഗണൽ അല്ലാത്ത എലമെൻറ്റ്സ് മുഴുവൻ എന്താണ്, സീറോസ് ആണ്. സോ സ്കാലാർ മെട്രിക്സ് ആണ്.
ഇനി ഒന്നും കൂടി മുന്നോട്ട് പോയാൽ സ്കാലാർ മെട്രിക്സ് ആണ്, സോറി ഡയഗണൽ മെട്രിക്സ് ആണ്. മെയിൻ ഡയഗണൽ അല്ലാത്ത എൻട്രീസ് മുഴുവൻ 0, മെയിൻ ഡയഗണൽ സീറോസ് അല്ല. ഓക്കെ, മെയിൻ ഡയഗണൽ അല്ലാത്ത എൻട്രീസ് മുഴുവൻ സീറോസ് ആയതുകൊണ്ട് തന്നെ അത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഇനി അതിൽ തന്നെ എന്താണ് സ്കാലാർ മെട്രിക്സ് ആണ്. മെയിൻ ഡയഗണലിലെ എലമെൻറ്റ്സ് എല്ലാം ഈക്വൽ ആണ്, എല്ലാം 1 ആണ്. സോ സ്കാലാർ മെട്രിക്സ് ആണ്. അതിനോട് കൂടെ കുറച്ചും കൂടി ഫോർവേഡായി ചിന്തിച്ചാൽ എന്താണ്, ഇതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഇതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. കാരണം മെയിൻ ഡയഗണൽ മുഴുവൻ എന്താണ് 1 ആണ്, നോൺ ഡയഗണൽസ് മുഴുവൻ 0 ആണ്. ഓക്കെ, നോൺ ഡയഗണൽ എൻട്രീസ് മുഴുവൻ 0 ആണ്, മെയിൻ ഡയഗണൽ മുഴുവൻ 1 ആണ്. സോ ഇത് എന്തിൻ്റെ എക്സാമ്പിളാണ്, ഇതൊരു ഐഡൻറ്റിറ്റി മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. ഇതിൻ്റെ ഓർഡർ എന്താണ്, ഓർഡർ വരുന്നത് 3/3. ഈ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ഒരു ടൈപ്പ് ഒരു ഓക്കെ, ഇവിടെ ചെക്ക് ചെയ്ത് നോക്കൂ. ഇതെന്ത് മെട്രിക്സ് ആണ് നോക്കിയാൽ മനസ്സിലാവും. മെയിൻ ഡയഗണലിൻ്റെ മുകളിൽ വരുന്നത് മുഴുവൻ എന്താണ് സീറോസ് ആണ്. നമ്മൾ പറഞ്ഞായിരുന്നു മെയിൻ ഡയഗണലിൻ്റെ താഴെയോ മുകളിലോ മുഴുവൻ സീറോസ് വന്നു കഴിഞ്ഞാൽ അത് ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്. ഈ ട്രയാങ്കുലാർ മെട്രിക്സിൻ്റെ 2 ടൈപ്പ് ഉണ്ട്, അപ്പർ ട്രയാങ്കുലാർ ഉണ്ട്, ലോവർ ട്രയാങ്കുലാർ ഉണ്ട്. ഇതേത് ടൈപ്പാണ്, ഇതിൻ്റെ ഏത് ഭാഗത്താണ് മുഴുവൻ സീറോസ് വന്നിട്ടുള്ളത്, മുകൾ ഭാഗത്താണ് സീറോസ്, മെയിൻ ഡയഗണലിൻ്റെ മുകൾ ഭാഗത്താണ് സീറോസ്. ഓക്കെ, സോ അതിൻ്റെ ഒരു ട്രയാങ്കുലാർ ഫോം ചെയ്യുന്നത് എവിടെയാണ്, ഇതിൻ്റെ താഴെ ഭാഗത്താണ് ഒരു ട്രയാങ്കുലാർ ആയിട്ട് ഫോം ചെയ്യുന്നത്. സോ അതെന്ത് മെട്രിക്സിന് എക്സാമ്പിളാണ്, ലോവർ ട്രയാങ്കുലാർ മെട്രിക്സിന് എക്സാമ്പിളാണ്, ലോവർ ട്രയാങ്കുലാർ മെട്രിക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓക്കെ, ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്, ഈ മെട്രിക്സിൻ്റെ ഓർഡർ 3/3. ഓക്കെ, ഇവിടെ നോക്കൂ, ഇതാണ് നെക്സ്റ്റ്. ഇതെന്ത് മെട്രിക്സിന് എക്സാമ്പിളാണ്, അത് ഒറ്റ കോളം മാത്രമല്ലേ ഉള്ളൂ, ഒരു കോളം മാത്രമുള്ള മെട്രിക്സ് ആണ്. അതായത് ഓർഡർ എന്താണ് 1 2 3 4 റോസ് 1 കോളം. സോ അതെന്തിന് എക്സാമ്പിളാണ്, ഒരു കോളം മെട്രിക്സ്. അതായത് ഒരു മെട്രിക്സ് വിത്ത് ഒരു കോളം മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ആ മെട്രിക്സ് ഹാവിങ് ഓൺലി 1 കോളം ഈസ് കോൾഡ് കോളം മെട്രിക്സ്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ കോളം മെട്രിക്സ്. ഓക്കെ, സോ ഇതൊരു കോളം മെട്രിക്സ് ആണ്. ഈ നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ചെക്ക് ചെയ്യാം. 7 6 3 1. ഓക്കെ, അവിടെ ചെക്ക് ചെയ്ത് നോക്കൂ, ഇതെന്ത് മെട്രിക്സ് ആണ്, അത് കണ്ടാലും അറിയാവുന്നേ ഉള്ളൂ, ഇതൊരു റോ മെട്രിക്സ് ആണ്, ഒരു റോ മാത്രമേ ഉള്ളൂ. ഓക്കെ, ഒരു റോ ആൻഡ് 4 കോളംസ്. സോ ഇതിൻ്റെ ഓർഡർ വരുന്നത് 1/4 ആണ്. സോ ഇതെന്തിന് എക്സാമ്പിളാണ്, ഒരു റോ മെട്രിക്സിന് എക്സാമ്പിളാണ്. ഓക്കെ, സോ ഇത് റോ മെട്രിക്സിന് എക്സാമ്പിളാണ്, ഒറ്റ റോ മാത്രമേ ഉള്ളൂ. സോ റോ മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. ഇനി നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഇതാണ്. ഓക്കെ, ഇതെന്ത് മെട്രിക്സിന് എക്സാമ്പിളാണ്, ഇതൊരു സീറോ മെട്രിക്സ് ആണ്, നൾ മെട്രിക്സ് ആണ്. എൻട്രീസ് ഫുൾ എന്താണ്, എൻട്രീസ് മുഴുവൻ സീറോസ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു സീറോ മെട്രിക്സ് ആണ്. ഇതിൻ്റെ ഓർഡർ എന്താണ് 3/3. ഇതെന്ത് മെട്രിക്സ് ആണ്, സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ്, സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് തന്നിട്ടുള്ളത് ഇതാണ്. ഓക്കെ, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നേ ഉള്ളൂ ഇതെന്ത് മെട്രിക്സ് ആണ്. ഇതിൻ്റെ മെയിൻ ഡയഗണൽ ഇവിടെയാണ് വരുന്നത്. ഈ മെയിൻ ഡയഗണലിൻ്റെ താഴെ വരുന്ന എൻട്രീസ് മുഴുവൻ എന്താണ് സീറോസ് ആണ്. അതായത് മെയിൻ ഡയഗണലിൻ്റെ താഴെ മുഴുവൻ സീറോസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്. ഇനി ഏത് ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്, താഴെയാണ് മുഴുവൻ സീറോസ്, അതായത് മുകളിലാണ് ഒരു ട്രയാങ്കുലാർ ഫോം വരുന്നത്, ഒരു ട്രയാങ്കുലാർ ഷേപ്പ് വരുന്നത്. സോ ഇതെന്ത് ട്രയാങ്കുലാർ ആണ്, അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സിന് എക്സാമ്പിളാണ്. ഓക്കെ, അപ്പർ ട്രയാങ്കുലാർ മെട്രിക്സിന് എക്സാമ്പിളാണ്, നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നെക്സ്റ്റ് ഒരു ഇത് പറയുന്നത് ഇതാണ്. ഓക്കെ, നോക്കൂ, ഇതിൻ്റെ ഓർഡർ എന്താ വരുന്നത്, ഈ മെട്രിക്സിൻ്റെ ഓർഡർ നമ്പർ ഓഫ് റോസ് എത്രയാണ്, 1 2 3 4, നമ്പർ ഓഫ് കോളംസ് 4. സോ ഓർഡർ ഈസ് 4/4. ഓക്കെ, ഇനി ഇതെന്ത് ടൈപ്പ് മെട്രിക്സ് ആണ്, ഇത് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. കാരണം മെയിൻ ഡയഗണൽ അല്ലാത്ത എൻട്രീസ് മുഴുവൻ എന്താണ്
സീറോസ് ആണ്. മെയിൻ ഡയഗണൽ ഈ മാർക്കർ വെച്ചിട്ടുള്ളതാണ്, അതല്ലാത്ത എൻട്രീസ് മുഴുവൻ 0 ആണ്. സോ ഇതൊരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഇനി അത് കുറച്ചും കൂടി ഫോർവേഡായിട്ട് ചിന്തിച്ചാൽ ഡയഗണൽ മെട്രിക്സിൽ തന്നെ എല്ലാ ഡയഗണൽ എൻട്രീസും എന്താണ്, സെയിം ആണ്. സോ ഇതിനെന്ത് പറയാം, സ്കാലാർ മെട്രിക്സ് എന്ന് പറയാം. ഡയഗണൽ മെട്രിക്സിൽ തന്നെ സ്കാലാർ മെട്രിക്സ്. ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണോ? അല്ല, ഐഡൻറ്റിറ്റി മെട്രിക്സ് അല്ല. കാരണം ഡയഗണൽ എൻട്രീസ് 1 അല്ല. ഡയഗണൽ എൻട്രീസ് 1 ആണെങ്കിൽ മാത്രമേ അതിന് എന്ത് പറയാൻ പറ്റുള്ളൂ, ഐഡൻറ്റിറ്റി മെട്രിക്സ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇതെന്തിന് എക്സാമ്പിളാണ്, ഇതൊരു സ്കാലാർ മെട്രിക്സിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഓക്കെ, ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/3. ഓക്കെ, ഇതെന്ത് മെട്രിക്സാണ്? ഇത് പ്രത്യേകിച്ച് ഐഡൻറ്റിറ്റി മെട്രിക്സോ സ്കാലാർ മെട്രിക്സോ ഡയഗണൽ മെട്രിക്സോ ട്രയാങ്കുലാർ മെട്രിക്സോ ഒന്നുമല്ല. ഓക്കെ, ഇതൊരു റെക്ടാങ്കുലാർ മെട്രിക്സ് ആണ്. സിംപ്ലി നമ്പർ ഓഫ് റോസ് 2 ആണ്, നമ്പർ ഓഫ് കോളംസ് 3 ആണ്. നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ അല്ല, അൺഈക്വൽ ആണ്. സോ ഇതെന്ത് മെട്രിക്സ് ആണ്? വെറും ഒരു റെക്ടാങ്കുലാർ മെട്രിക്സ് ആണ്. റെക്റ്റാങ്കുലാർ മെട്രിക്സ് ആണ്. ഒരു ക്വസ്റ്റ്യൻ കൂടി അതിലുണ്ട്, അത് സിമെട്രിക് മെട്രിക്സിൻ്റെ കേസാണ്. നമുക്ക് ട്രാൻസ്പോസ് പറയുന്നതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്ത ഒരു കൺസെപ്റ്റാണ്, അതായത് ഇക്വാലിറ്റി ഓഫ് 2 മെട്രിസസ്. ഓക്കെ, അതായത് 2 മെട്രിക്സുകൾ എപ്പോഴാണ് ഈക്വൽ ആവുന്നത്, അല്ലെങ്കിൽ 2 മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് നമുക്ക് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നത്? അതിന് ഈ പറയുന്ന 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതായത് 2 മെട്രിക്സുകളെയും നമ്പർ ഓഫ് റോസ് എന്താവണം, സെയിം ആവണം. ഇഫ് ഈച്ച് മെട്രിക്സ് ഹാസ് ദി നമ്പർ ഓഫ് റോസ്, അതായത് സെയിം നമ്പർ ഓഫ് ദി റോസ്, അതായത് 2 മെട്രിക്സിലെയും നമ്പർ ഓഫ് റോസ് സെയിം ആവണം. അതുപോലെ തന്നെ 2 മെട്രിക്സിലെയും നമ്പർ ഓഫ് കോളംസ് എന്താവണം, സെയിം ആവണം. ഫസ്റ്റ് മെട്രിക്സിൽ ഇപ്പോൾ 2 കോളംസ് ആണെങ്കിൽ രണ്ടാമത്തെ മെട്രിക്സിലും 2 കോളംസ് തന്നെ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ. ഫസ്റ്റ് മെട്രിക്സിൽ ഇപ്പോൾ 3 റോസ് ആണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ മെട്രിക്സിൽ 3 റോസ് തന്നെ ആയിരിക്കണം. അപ്പോൾ നമ്പർ ഓഫ് റോസ് സെയിം ആണോ, നമ്പർ ഓഫ് കോളംസ് സെയിം ആണോ. ഇനി അടുത്തതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് വിത്തിൻ ഈച്ച് മെട്രിക്സ് ആർ ഈക്വൽ. ഓക്കെ, അതായത് 2 മെട്രിക്സിലെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സെയിം ആവണം. ഓക്കെ, 2 മെട്രിക്സിലെയും കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആണ്. അതായത് ഇവിടെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ ആരാണോ വരുന്നത് അത് തന്നെ വരണം. ഇവിടെയും ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ, ഇവിടെ സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിൽ ആരാണോ ആ എലമെൻറ്റ് തന്നെ ആയിരിക്കണം ഇവിടെ സെക്കൻഡ് റോയിൽ സെക്കൻഡ് കോളത്തിൽ. ഇവിടെ ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിൽ ആരാണോ ആ എലമെൻറ്റ് തന്നെ ആയിരിക്കണം ഇവിടെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ. സോ ഇപ്പോൾ നമുക്ക് എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഞാൻ എടുത്തിട്ടുണ്ട്, ബി എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തിട്ടുണ്ട്. എ ഈക്വൽ ടു ബി ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു ബി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, 2 ഈക്വൽ ടു 2 ആണ്. ഓക്കെ, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 2, ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം 2, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം എക്സ്, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം 3. സോ എക്സ് ഈക്വൽ ടു ആരായിരിക്കും, എക്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഈ എക്സ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. വൈ ആരായിരിക്കും, വൈ ആർക്ക് ഈക്വൽ ആയിരിക്കും, വൈ ഈക്വൽ ടു 4. അതായത് വൈ എന്ന് പറയുന്ന എലമെൻറ്റ് 4ന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് ഇക്വാലിറ്റി ഓഫ് 2 മെട്രിക്സസ്. അതായത് 2 മെട്രിക്സുകൾ ഈക്വൽ ആവണമെന്നുണ്ടെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് സെയിം ആയാൽ മതി. പിന്നെ മെട്രിക്സിൻ്റെ ഓർഡർ സെയിം ആവണം, അത്രേ ഉള്ളൂ. അതായത് ഇത് രണ്ടും കൂടി ക്ലബ് ചെയ്തിട്ട് വേണം നമുക്ക് ഫസ്റ്റത്തെ 2 കണ്ടീഷൻ ക്ലബ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, 2 മെട്രിക്സിൻ്റെയും ഓർഡർ സെയിം ആവണം. ഇതിൻ്റെ ഓർഡർ എന്താണോ അത് തന്നെ വരുന്നത്. ഇതിൻ്റെ ഓർഡർ 2/2 ആണ്, ഇതിൻ്റെ ഓർഡറും 2/2 ആണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ആൾജിബ്ര ഓഫ് മെട്രിസസ്. ഓക്കെ, അതായത് മെട്രിക്സിൻ്റെ ചില ഓപ്പറേഷൻസ് ആണ് പറയാൻ പോകുന്നത്. അതായത് മെട്രിക്സ് ഓപ്പറേഷൻസ്. ഓക്കെ, മെയിനായിട്ട് നമുക്ക് 3 ഓപ്പറേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അഡിഷൻ, സബ്ട്രാക്ഷൻ, ഓക്കെ. മെയിനായിട്ട് നമുക്ക് ഈ 3 ഓപ്പറേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ. മെട്രിക്സുകളുടെ ഡിവിഷൻ എന്തല്ല,
പോസിബിൾ അല്ല. അപ്പോൾ നമ്മൾ രണ്ട് മെട്രിക്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതായത് രണ്ട് മെട്രിക്സ് എങ്ങനെയാണ് സം ചെയ്യുന്നത്, അതേപോലെ രണ്ട് മെട്രിക്സ് എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്, രണ്ട് മെട്രിക്സിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ് കാണുന്നത്, അതേപോലെ രണ്ട് മെട്രിക്സ് എപ്പോഴാണ് മൾട്ടിപ്ലൈ ചെയ്യാൻ കഴിയുക, എങ്ങനെയാണ് രണ്ട് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഈ 3 കാര്യങ്ങളാണ് അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് നമുക്ക് ഓരോന്നായിട്ട് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അഡിഷൻ ഓഫ് ടു മെട്രിക്സസ്. അതായത് രണ്ട് മെട്രിക്സുകൾ എപ്പോഴാണ് നമുക്ക് അഡിഷൻ ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് രണ്ട് മെട്രിക്സുകളെ നമ്മൾ അഡിഷൻ ചെയ്യുന്നത് എന്നാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമ്പിളാണ്. രണ്ട് മെട്രിക്സുകൾ അഡിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ രണ്ട് മെട്രിക്സുകളുടെയും ഓർഡർ എന്താവണം, സെയിം ആവണം. ഫോർ എക്സാമ്പിൾ നമുക്കൊരു എക്സാമ്പിൾ വെച്ച് കാണിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് എടുത്തു, 1 2 3 4 5 6. ബി എന്ന് പറയുന്ന മറ്റൊരു മെട്രിക്സ് എടുത്തു, 2 3 1 0 7 1. ഓക്കെ, ഇവിടെ നോക്കൂ, ഈ രണ്ട് മെട്രിക്സുകളെ സം ചെയ്യണം എനിക്ക്. അതായത് എ പ്ലസ് ബി എന്ന് പറഞ്ഞ് പുതിയൊരു മെട്രിക്സ് ഏതാണ്, അത് എ എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സും ബി എന്ന് പറയുന്ന ഈ ഒരു മെട്രിക്സും എനിക്ക് പ്ലസ് ചെയ്യണം, സം ചെയ്യണം, അഡിഷൻ ചെയ്യണം. ഓക്കെ, അതിന് ഞാൻ ചെയ്യേണ്ടത് സിമ്പിളാണ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഓർഡർ എന്താവണം, സെയിം ആവണം. അതായത് രണ്ട് മെട്രിക്സ് നമ്മൾ അഡീഷൻ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ രണ്ട് മെട്രിക്സിൻ്റെയും ഓർഡർ നിർബന്ധമായിട്ടും എന്തായിരിക്കണം, സെയിം ആയിരിക്കണം. ഇവിടെ നോക്കൂ, ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ് വരുന്നത്, മെട്രിക്സിൻ്റെ ഓർഡർ വരുന്നത് 2/3 ആണ്. ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ് വരുന്നത്, മെട്രിക്സിൻ്റെ ഓർഡർ 2/3 ആണ്. നമ്പർ ഓഫ് റോസ് 2 ആണ്, നമ്പർ ഓഫ് കോളംസ് 3 ആണ്. ഓക്കെ, സോ രണ്ട് മെട്രിക്സ് അഡീഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. ഇനി അഡീഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. നമ്മൾ എന്ത് ചെയ്യുക, കറസ്പോണ്ടിങ് എലമെൻറ്റ്സിനെ അഡീഷൻ ചെയ്യാം. അതായത് ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളത്തിൽ എലമെൻ്റ് എടുക്കുക, ഇവിടെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് കോളത്തിൽ എലമെൻ്റ് എടുക്കുക, അത് രണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പ്ലസ് ചെയ്യുക. ഓക്കെ, സോ എന്ത് വരും, 1 + 2, 1 + 2 ഈ പൊസിഷനിലെ എലമെൻ്റ് ആയിരിക്കും. ഫസ്റ്റ് റോയിൽ സെക്കൻഡ് കോളത്തിൽ എലമെൻറ്റ് 2 എടുക്കുക, ഫസ്റ്റ് റോയിലെ തേർഡ് കോളത്തിൽ എലമെൻറ്റ് 3 എടുക്കുക. 2 + 3. നെക്സ്റ്റ് എലമെൻ്റ് ആരായിരിക്കും, 3 + 1, 3 + 1. ഓക്കെ, നെക്സ്റ്റ് എലമെൻറ്റ് 4 + 0, 4 + 0. നെക്സ്റ്റ് എലമെൻറ്റ് 5 + 7, 5 + 7. നെക്സ്റ്റ് എലമെൻറ്റ് 6 + 1, 6 + 1. സോ ഇതായിരിക്കും എ പ്ലസ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. അതായത് 1 + 2 = 3, 2 + 3 = 5, 3 + 1 = 4, 4 + 0 = 4, 5 + 7 = 12, 6 + 1 = 7. ഓക്കെ, സോ ഇതായിരിക്കും നമ്മളെ എ പ്ലസ് ബി എന്ന് പറയുന്ന മെട്രിക്സ്. അതായത് രണ്ട് മെട്രിക്സുകൾ സം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ സെയിം ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ആ കറസ്പോണ്ടിങ് എലമെൻസിനെ സം ചെയ്ത് കൊടുത്താൽ മതി, അഡിഷൻ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അഡിഷൻ ചെയ്യുന്ന ആ ഒരു മെട്രിക്സ് കിട്ടും, സമ്മ് കിട്ടും. ഓക്കെ, ഇനി ഓർഡർ സെയിം അല്ല എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഞാൻ ഇവിടെ നോക്കൂ, ഈ ഒരു എക്സാമ്പിൾ എടുത്തു. എ = ഒരു 1 2 3 0 5 1, ബി = ഒരു 2 4 6. ഓക്കെ, ഈ ഒരു 2/3 ഓർഡറുള്ള ഒരു മെട്രിക്സും ഈ ഒരു 1/3 ഓർഡറുള്ള ഒരു മെട്രിക്സും എടുത്തു. ഇതിൻ്റെ ഓർഡർ എന്താണ്, 1/3, ഒരു റോ 3 കോളം. ഇത് അഡിഷൻ ചെയ്യാൻ കഴിയൂല. കാരണം എന്താണ്, നമ്മൾ ഫസ്റ്റ് റോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡിഷൻ ചെയ്യാം, പക്ഷേ ഇതിനോട് നമുക്ക് വെച്ച് കൊടുക്കാൻ ഇവിടെ വേറൊരു റോ ഇല്ല. ഓക്കെ, അതായത് ഫസ്റ്റ് റോനെ നമുക്ക് ഇത് വെച്ചിട്ട് 1 + 2 എഴുതാം, 2 + 4 എഴുതാം, 3 + 6 എഴുതാം. പക്ഷേ ഈ സെക്കൻഡ് റോയിൽ നമ്മൾ എന്ത് ചെയ്യും, 0ക്ക് ഇവിടെ ഒരു നമ്പർ ഇല്ല, ഇവിടെ എംറ്റിയാണ്, ഇവിടെ എംറ്റിയാണ്, ഇവിടെ എംറ്റിയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ രണ്ട് മെട്രിക്സിൻ്റെ ഓർഡർ സെയിം അല്ല എന്നുണ്ടെങ്കിൽ അതിനെന്ത് പോസിബിൾ അല്ല, അഡിഷൻ പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കി വെക്കുക, അഡിഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. സോ അഡിഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നതാണ് സബ്ട്രാക്ഷൻ. ഓക്കെ, സബ്ട്രാക്ഷൻ ഇതുപോലെ തന്നെയാണ്, ബുദ്ധിമുട്ടൊന്നുമില്ല. രണ്ട് മെട്രിക്സ് സബ്ട്രാക്ഷൻ ചെയ്യുന്നത് എ - ബി. ഓക്കെ, അതായത് ഒരു മെട്രിക്സിനെ ഞാൻ ഇങ്ങനെ എടുത്തു, 5 6 7 10 6 4. രണ്ടാമത്തെ മെട്രിക്സിനെ ഞാൻ എടുക്കുന്നത് ഒരു 3 2 4 8 3 1. ഓക്കെ, ഇതാണ് എൻ്റെ രണ്ട് മെട്രിക്സ്. ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 2/3 ആണ്, രണ്ടാമത്തെ മെട്രിക്സിൻ്റെ ഓർഡറും 2/3 ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് മെട്രിക്സ് സബ്ട്രാക്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും ഡിഫറൻസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ അതിൻ്റെ ഓർഡറിന് എന്താവണം,
സെയിം ആവണം. ആ മെട്രിക്സുകളുടെ ഓർഡർ സെയിം ആണെങ്കിൽ മാത്രമേ, ഓർഡർ ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ആ രണ്ട് മെട്രിക്സുകളുടെ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, സോ ഇവിടെ രണ്ട് മെട്രിക്സ് ഉണ്ട്. ആ മെട്രിക്സിൻ്റെ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ സിംപ്ലി കറസ്പോണ്ടിങ് എലമെൻസിന് എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. നമുക്കിപ്പോൾ എ മൈനസ് ബി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ്? ഓക്കെ, അപ്പോൾ നമ്മൾ എ മൈനസ് ബി ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. എ മൈനസ് ബി കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ അഡീഷൻ ചെയ്തതിൻ്റെ ഒരു റിവേഴ്സ് പ്രോസസ്സ് അത്രേ ഉള്ളൂ. അതായത് നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സിലെ ഓരോ പൊസിഷനിലെ ഓരോ എലമെൻസിൽ നിന്നും കറസ്പോണ്ടിങ് പൊസിഷൻസിലെ എലമെൻറ്റ്സ് നമ്മൾ മൈനസ് ചെയ്യുക, ഡിഫറൻസ് എടുക്കുക, അത്രേ ഉള്ളൂ. സോ എ മൈനസ് ബി വരുന്നത് 5 - 3, 6 - 2, 7 - 4, 10 - 8, 6 - 3, 4 - 1. ഓക്കെ, ഇതാണ് എ മൈനസ് ബി വരിക. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എ മൈനസ് ബി ഈക്വൽ ടു 5 - 3 = 2, 4, 3, 2, 3, 3. അതായത് 5 - 3 = 2, 6 - 2 = 4, 7 - 4 = 3, 10 - 8 = 2, 6 - 3 3, 4 - 1 3. ഓക്കെ, നമ്മൾ അഡീഷൻ ചെയ്ത പോലെ തന്നെ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല വിചാരിക്കുന്നു. അതുപോലെ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മളിവിടെ ബി മൈനസ് എ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ബി മൈനസ് എ വരുന്നതും എ മൈനസ് ബി വരുന്നതും ഈക്വൽ ആവില്ല. ഓക്കെ, നിങ്ങൾ